ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു പൂരക്കാഴ്ച ആയാലോ. പൂരം എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ ഒരു ചടങ്ങാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും പൂരത്തിൻ്റെ ഈ ചടങ്ങുകളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ഞങ്ങളുടെ ചടങ്ങ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മൾ ഓണത്തിന് എല്ലാ പൂക്കളും പൂവിടെ ഉപയോഗിക്കുമല്ലേ, എന്നാൽ പൂരത്തിന് അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ഇതാണ് കേട്ടോ മുരിക്കുംപൂ, അതുപോലെ തന്നെ ചെമ്പകൻ, ചെമ്പരത്തി, ജടപ്പൂ, ലീനപ്പൂ, അങ്ങനെ കുറച്ച് പൂക്കൾ മാത്രമേ ഇതിന് ഉപയോഗിക്കൂ. പൂവിടുന്നതും വ്യത്യസ്തം തന്നെയാണ് കേട്ടോ. ചില ആൾക്കാർ രാവിലെ ആണെങ്കിൽ ചില ആൾക്കാർ വൈകുന്നേരമാണ് കേട്ടോ ഈ പൂവിടുന്നത്. പിന്നെ ഒരു വള്ളിയില പറിച്ചിട്ടുണ്ട്, അത് ഭസ്മം എടുക്കാനാണേ. കിണറ്റിൻകരയിൽ നിന്നാണ് കേട്ടോ പൂവിട്ട് തുടങ്ങേണ്ടത്. ഞങ്ങളുടെ ഇത് കുഴൽക്കിണറാണേ. പിന്നെ കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പലകയുടെ മുന്നിലായി ചിരട്ടയിൽ കനലും അതുപോലെ തന്നെ ഭസ്മവും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭസ്മം ഒന്ന് പലകയിലൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കണം. കിണ്ടിയിൽ വെള്ളം നിറയ്ക്കുകയും പിന്നെ അതിലേക്ക് പൂവെടുത്ത് ഇടുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിന്നും പൂവെടുത്തിട്ട് വേണം പൂവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂവിടുമ്പോൾ കൂകിക്കൊണ്ട് വേണം പൂവിടാൻ. കിണ്ടിയിൽ നിന്നും പൂവെടുത്ത് ആ പലകക്ക് 3 തവണ വലം വെച്ചിട്ട് വേണം അവിടെ പൂവിടാൻ. അതുപോലെ 3 പ്രാവശ്യം ഇത് തന്നെ നമ്മൾ ചെയ്യണം. പണ്ടൊക്കെ ആണെങ്കിൽ പൂ പറിക്കാനായാലും പൂവിടാനായാലും ഒരുപാട് കുട്ടികളുണ്ടാവും. ഇപ്പോൾ പൂരത്തിൻ്റെ വീടുകളൊക്കെ കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ പൂവിന് വെള്ളം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പൂവ് എടുത്തതിന് ശേഷം കിണ്ടിയിൽ നിന്ന് വെള്ളം മുക്കി നമ്മളിങ്ങനെ കുടഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പലകേൻ്റെ മേലെ തന്നെ പൂവ് വെച്ച് ചിരട്ടയിൽ കനലെടുത്ത് തിരിച്ചു വെക്കും. പിന്നെ ഇത് ഉച്ച സമയം ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെള്ളം കൊടുക്കണം. കിണ്ടിയിൽ വെള്ളം എടുത്ത് നേരത്തെ കൊടുത്തതുപോലെ തന്നെ വെള്ളം കൊടുക്കണം. വൈകുന്നേരം അല്ലെങ്കിൽ ഒരു സന്ധ്യ ആകുന്നതിന് മുന്നേ ആയിട്ട് വീണ്ടും പൂവിന് വെള്ളം കൊടുക്കും. അങ്ങനെ പൂരം ഇതാ 2ാം ദിവസത്തിലായി. ഞങ്ങളിതാ പൂവൊക്കെ പറിക്കാൻ പോക്കാണേ. 1ാം ദിവസം പൂവിട്ടതുപോലെ തന്നെയാണ് 2ാം ദിവസം പൂവിടേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തു വെച്ച പലക ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് 2ാം ദിവസത്തെ പൂവിടാൻ വേണ്ടിയിട്ട്. അതിന് മുന്നിലായിട്ട് ചിരട്ടയിൽ കനലും അതുപോലെ തന്നെ ഭസ്മവും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പൂവിടുന്നതൊക്കെ 1ാം ദിവസത്തെ പോലെ തന്നെ കൂക്കിക്കൊണ്ട് പൂവിടുകയാണ് ചെയ്യുന്നത്. പിന്നെ പൂവിന് വെള്ളം കൊടുക്കുന്നതായാലും അതുപോലെ തന്നെയാണ്. പൂവിട്ടതിന് ശേഷം വെള്ളം കൊടുക്കും. അതുപോലെ തന്നെ ഉച്ചക്കും പിന്നെ സന്ധ്യാസമയത്തും ഒന്ന് വെള്ളം കൊടുക്കും. കിണറിൻ്റെ അടുത്ത് 3 പൂവാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 1ാം ദിവസം 2ാം ദിവസം നമ്മൾ പോയിട്ട് ഇതാ 3ാം ദിവസത്തെ പൂവാണ് ഇപ്പോൾ ഇടുന്നത്. പൂവിട്ട് വെള്ളം കൊടുക്കലാണേ. വെള്ളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂക്കിക്കൊണ്ട് തന്നെ വേണം വെള്ളം കൊടുക്കുക. അതുപോലെ 3 പൂവിന് നമ്മൾ വെള്ളം കൊടുക്കണം. 4ാം ദിവസമായി. അപ്പോൾ 4ാം ദിവസത്തെ ചടങ്ങിൽ മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ കാമനയൊക്കെ കുത്തിയിട്ട് വേണം നമ്മൾ പൂവിടാൻ വേണ്ടി. അതിനു വേണ്ടി ഇതാ വെള്ളവും മണ്ണൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും മണ്ണിലല്ല കേട്ടോ, ചിലർ ചാണകം കൊണ്ടും അതുപോലെ തന്നെ പൂക്കളൊക്കെ കൊണ്ട് കാമൻ്റെ രൂപം ഉണ്ടാക്കി അങ്ങനെ പൂവിടും. കാമന ഉണ്ടാക്കുന്ന എണ്ണത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ഇത് കാമന വെച്ചാണ് ചെയ്യുന്നത്. അതുപോലെ ചിലർ 1, 3 അങ്ങനെ എത്ര കാമന വേണ്ടിയെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ലാസ്റ്റ് നമ്മൾ വരുമ്പോൾ എണ്ണ ഒറ്റ സംഖ്യ ആയിരിക്കണം എന്ന് മാത്രം. ആദ്യത്തെ 3 ദിവസം നമ്മൾ കിണറ്റിൻകരയിലല്ലേ പൂവിട്ടത്. ഇത് മുറ്റത്താണ് കേട്ടോ പൂവിടുന്നത്. അപ്പോൾ ഒരു പലകയും അതിൻ്റെ മുന്നിലായി കാമൻ്റെ രൂപവും പിന്നെ ചിരട്ടയിൽ കനലും ഭസ്മവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ കാമന് 2 കുടയൊക്കെ ചൂടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൂവിടുന്നതിൽ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. കിണ്ടിയിൽ നിന്നും പൂവെടുത്ത് കുക്കിക്കൊണ്ട് തന്നെ പൂവിടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കൊടുക്കുകയും ചെയ്യണം. നമ്മൾ ഇന്നിട്ട പൂവിന് വെള്ളം കൊടുത്തതിന് ശേഷം കിണറ്റിൻകരയിൽ 3 പൂവുണ്ടല്ലോ, അതിന് നമ്മൾ വെള്ളം കൊടുക്കണം. പിന്നെ ഉച്ച സമയത്തും അതുപോലെ തന്നെ സന്ധ്യാസമയത്തും ഇതേപോലെ തന്നെ വെള്ളം കൊടുക്കണം. പൂരം അങ്ങനെ 5ാം ദിവസമായി. ഇതാണ് കേട്ടോ ജടപ്പൂ. ഇന്ന് ജടപ്പൂവും കൂടിയുണ്ട് പൂവിടാൻ വേണ്ടി. കാമദേവൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി മുറ്റത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൂവിടുകയാണ് ചെയ്യേണ്ടത്. 7ാം ദിവസം വലിയൊരു കാമനയായിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് കാമന ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരേ. അങ്ങനെ 5ാം ദിവസത്തെ പൂവ് ഇട്ട് അതുപോലെ തന്നെ വെള്ളമൊക്കെ എടുത്തു. ഇനി 6ാം ദിവസമായി. ഇന്ന് ഒരുപാട് ചെമ്പരത്തി പൂവ് ഇട്ടിട്ടുണ്ട്. 4 തരം ചെമ്പരത്തിയാണ് ഉള്ളത്. ഇനി 6ാം ദിവസം പൂവൊക്കെ റെഡിയാക്കി വെച്ചു. അതുപോലെ തന്നെ കാമദേവൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി. ഇന്നും 2 കാമന വെച്ചാണ് കേട്ടോ ചെയ്തത്. 7ാം ദിവസമാണ് കേട്ടോ പൂരം അവസാനിക്കുന്നത്. അപ്പോൾ പൂരത്തിന് ലാസ്റ്റ് ഒറ്റ കാമനായിരിക്കണം ഉണ്ടാകേണ്ടത്. അപ്പോൾ നമ്മൾ 3 ദിവസവും 2 കാമന വെച്ചാൽ ചെയ്തത്. അപ്പോൾ നാളെ ചെയ്യുമ്പോൾ ഒരു കാമന മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതാണ് കേട്ടോ നമ്മൾ അച്ചിക്കാമൻ എന്നാണ് കേട്ടോ ആ ഒരു കാമൻ്റെ രൂപത്തിന് പറയുന്നത്. മണ്ണൊക്കെ നല്ല അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ആ ഒരു രൂപം ഉണ്ടാക്കുന്നത് നമുക്ക് കറക്റ്റ് പൊട്ടാതെ ശരിക്ക് കിട്ടും. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. സഹായത്തിന് ഇതാ മക്കളും കൂടിയുണ്ട്. അപ്പോൾ മണ്ണൊക്കെ കുഴച്ച് 4 ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ
നല്ല ഭംഗിയിൽ അതൊരു മേൽ രൂപമായിട്ട് കിട്ടുമേ. കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എടുത്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു പലക എടുത്ത് വെച്ച് അതിൻ്റെ മേലെ നമ്മൾ വള്ളിയില വെക്കുന്നുണ്ട്. വള്ളിയിലയിലാണ് ശരിക്കും നമ്മൾ ഈ കാമൻ്റെ രൂപം ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പോൾ അതിനടിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയായി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു കല്ലിൻ്റെ കഷ്ണം വെക്കുന്നത്. അതിനുശേഷം മണ്ണുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് വെള്ളം കൊണ്ട് മെല്ലെ ഒന്ന് മിനുസി എടുക്കുന്നുണ്ട്. കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും വള്ളിയില വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ഭംഗി കിട്ടുമേ. പിന്നെ മണ്ണ് ഉരുട്ടിയെടുത്ത് ഒരു തലയുടെ ഒരു ഷേപ്പാക്കി വെക്കുന്നുണ്ട്. പിന്നെ മണ്ണ് ചെറുതായി ഒന്ന് ഉരുട്ടിയെടുത്ത് അതിനെ പിന്നെ കല്ലിലിട്ടിട്ട് കൈവച്ച് ഇതുപോലെ ഒന്ന് ഉരസി കൊടുത്തു കഴിഞ്ഞാൽ ഉരുണ്ട് നീളത്തിലായിട്ടും കിട്ടും. ഇതുപോലെ ഉരുട്ടിയെടുത്താണ് കേട്ടോ ഓരോ കാര്യം ചെയ്യുന്നത്. കിരീടം, അരപ്പട്ട, കൈ, കണ്ണ് എല്ലാം ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലകയിൽ വെക്കണമെന്നില്ല, നമ്മളെ കൈ തന്നെ മതി. ചെറിയ ചെറിയൊരു കഷ്ണങ്ങളല്ലേ വേണ്ടൂ. അതുകൊണ്ട് തന്നെ കയ്യിൽ വെച്ച് നല്ലോണം കറക്കിയെടുത്തിട്ടാണ് നമ്മൾ കണ്ണാക്കുന്നത്. പിന്നെയൊക്കെ നമ്മൾ ഓരോ ഐഡിയ പോലെയാണ് മാല ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ അതിനെ കുറച്ച് കൂടുതൽ ഭംഗിയാക്കാം. അങ്ങനെ എനിക്ക് പറ്റുന്ന പോലെ ചെറിയൊരു രൂപമൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൂവിടുകയാണ് ചെയ്യേണ്ടത്. 7-ാം ദിവസത്തെ ചടങ്ങിൽ കുറേ മാറ്റങ്ങളുണ്ട്. ഇത് പ്ലാവിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഞ്ഞി കൊടുക്കാനാണ് കേട്ടോ, അത് കാണിച്ചു തരാവേ. പിന്നെ ഇതാ പൂക്കൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുടയാക്കാൻ വേണ്ടിയിട്ട് പൂവും അതുപോലെ തന്നെ ഈർക്കിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. 3 ദിവസം നമ്മൾ പൂവിടുമ്പോൾ കാമൻ്റെ രൂപം നമ്മൾ നേരെയല്ലേ ചെയ്ത് വെച്ചത്. ഇനി വലിയ കാമനെ ആക്കുമ്പോൾ പിന്നെ മുന്നിൽ തന്നെയാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇതാ ഈർക്കിലിയിൽ പൂവൊക്കെ കുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ കുടയാക്കി കൊടുത്തു. പിന്നെ ചിരട്ടയിൽ കനലും ബസ്സും ഒക്കെ അതുപോലെ തന്നെയാണ്. ഇനി ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. ഒരു രൂപമൊക്കെ മണ്ണിലാക്കി ചെയ്ത് വരുമ്പോഴത്തേക്കോ ഉച്ച സമയമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കഞ്ഞി നമ്മൾ പൂവിട്ട് കഴിഞ്ഞ പാടന്നെ കൊടുക്കുവേ. അപ്പോൾ ഇതാ കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്ത് അതിൽ പൂവൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പൂവിടുന്ന ചടങ്ങൊക്കെ ഒരുപോലെ തന്നെയാണ്. കിണ്ടിയിൽ നിന്നും പൂവെടുത്ത് നമ്മൾ കൊണ്ടുപോയി പൂവിടുന്നുണ്ട്. ആദ്യം നമ്മൾ അച്ചിക്കാമന് വെള്ളം കൊടുത്തതിന് ശേഷം പിന്നെ കുഞ്ഞിക്കാമനും അതുപോലെ തന്നെ കരയിലിട്ട പൂവിനും വെള്ളം കൊടുക്കും. കഞ്ഞി കൊടുക്കുകയാണ് വേണ്ടത്. പ്ലാവിലൊക്കെ തോർത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിടാത്ത കഞ്ഞിയാണ് കേട്ടോ, പച്ചരിയുടെ ഉപ്പിടാത്ത കഞ്ഞിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അച്ചിക്കാമനും 6 കുഞ്ഞിക്കാമനും നമ്മൾ കഞ്ഞി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാമദേവൻ്റെ രൂപത്തിന് മുന്നിൽ കഞ്ഞി വെച്ചതിന് ശേഷം നമ്മൾ വിളക്ക് തിരി കത്തിച്ചിട്ട് ആ ഓരോ കഞ്ഞിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഞ്ഞി കുടിക്കുന്നതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ്. അപ്പോൾ കുറച്ച് സമയം അവർ കഞ്ഞി കുടിക്കുന്നു എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞി അവിടെ വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു തിരിയൊക്കെ കെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കഞ്ഞി എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ആ കഞ്ഞി എടുത്ത് കുടിക്കും. അപ്പോൾ ഉപ്പില്ലെങ്കിലും ആ ഒരു കാമൻ്റെ രൂപത്തിന് മുന്നിൽ വെച്ച കഞ്ഞി എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ള ചടങ്ങുകളിലൊക്കെ സന്ധ്യാസമയം വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അച്ചിക്കാമന വെച്ചില്ലേ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുന്നേ ആക്കി വെച്ച കുഞ്ഞിക്കാമനയും അതുപോലെ തന്നെ ആ പൂവും കിണറ്റിൻകരയിലെ പൂവും ഒക്കെ എടുത്ത് ഒന്നിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം കിണ്ടിയിൽ വെള്ളവും പിന്നെ ഒരു പാത്രത്തിൽ അരിയും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അട കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഉപ്പിടാത്തത് തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മൾ കിണ്ടിയിൽ നിന്നും വെള്ളം കൊടുത്തതിന് ശേഷം പിന്നെ ഓരോ അടയായിട്ട് ഓരോ കാമദേവൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഞ്ഞി എടുക്കുമ്പോൾ തിരി വെച്ചില്ല, അതുപോലെ തന്നെ ഓരോ തിരിയായിട്ട് ഈ ഒരു അടയുടെ മുന്നിൽ വെച്ച് കൊടുക്കും കൂടി ചെയ്യുന്നുണ്ട്. ഒരു സമയം അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തന്നെ എടുത്ത് കഴിക്കാനായിട്ട് ചെയ്യുന്നത്. ഉച്ചക്ക് കൊടുത്തപ്പോഴുള്ള കഞ്ഞിയും അതുപോലെ തന്നെ വൈകുന്നേരത്തെ അടയും അച്ചിക്കാമന് കൊടുത്തത് നമ്മൾ പിന്നെ എടുക്കില്ല. കുഞ്ഞിക്കാമന് കൊടുത്ത അടയും കഞ്ഞിയും മാത്രമേ നമ്മൾ കഴിക്കൂ. അപ്പോൾ അച്ചിക്കാമനതെല്ലാം നമ്മൾ കൊണ്ടാക്കുന്ന സമയത്ത് ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ വെക്കുകയാണ് ചെയ്യുക. നമ്മുടെ കാമദേവന് യാത്രയാക്കേണ്ട സമയമായി. കാമദേവൻ്റെ എല്ലാ രൂപങ്ങളും പൂക്കളും എല്ലാം മുറത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. മരത്തിൻ്റെ തണലിലാണ് ഈ രൂപത്തിന് കൊണ്ടാക്കുന്നത്. എല്ലാ മരങ്ങളൊന്നും പറ്റില്ല, പ്ലാവ് അതുപോലെയുള്ള കുറച്ച് മരങ്ങൾ മാത്രം. അപ്പം നമുക്കൊരു പ്ലാവ് മരമുണ്ട്, ചെറിയൊരു മരമാണ് കേട്ടോ, നമുക്കൊരു പേരിന് പറയാൻ മാത്രം. കാമദേവന് മുഴുവൻ ഒരാളാണ് എടുക്കുന്നത്. പിന്നെ ഓരോരുത്തരായി കിണ്ടി അതുപോലെ അരി വിളക്ക് അങ്ങനെ ഓരോരുത്തരായി വരിയായി കയ്യിൽ പിടിച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. എല്ലാവരും കൂടി പ്ലാവ് മരത്തിന് 3 തവണ വലം വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അരിയിട്ട് പ്രാർത്ഥിക്കുകയും കിണ്ടിയിൽ നിന്ന് വെള്ളം കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു പാട്ട് കൂടിയുണ്ട്, കാമാദേവ നേരത്തെ കാലത്തെ വരണേ കാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് കൂടിയുണ്ട്. അതെനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ മിസ്സായിപ്പോയി കേട്ടോ. ദേവനെ യാത്രയാക്കിയതോടെ നമ്മുടെ ചടങ്ങൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഒരു കാര്യം കൂടിയുണ്ട്, പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പൂര അട. അപ്പോൾ പൂര അട ആക്കുന്നതും കൂടി ഒന്ന് കണ്ടാലോ.
ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഒരു ഗ്ലാസ് പുഴുങ്ങലരി എടുത്ത് വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചു. അതുപോലെ തന്നെ കുറച്ച് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് പൊടിച്ച് മാറ്റി വെക്കുകയാണ് ചെയ്തത്. പിന്നെ 2 മീഡിയം സൈസ് തേങ്ങ കൂടി ചിരകി വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 9 കഷ്ണം വെള്ളം ഇട്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വെള്ളം ഉരുകിയതിന് ശേഷം തേങ്ങയും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടിയും ഒരു മിക്സ് ലൂസാന്ന് തോന്നിയാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം അരിപ്പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ പണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടച്ചിടാൻ വേണ്ടി ഉപ്പിലച്ചപ്പും അതുപോലെ തന്നെ അരിപ്പൊടിയിൽ ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. വാഴക്കയറാണ് കേട്ടോ കെട്ടാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാ ചപ്പിൽ നേരിട്ട് വേണ്ടിക്ക് ഇതുപോലെ പരത്തി അതിലേക്ക് പണ്ടം ഇട്ട് നമുക്കിങ്ങനെ കെട്ടിയെടുക്കാം. അമ്മേൻ്റെ ഒരു ഈസി പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതാ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് അതിൽ വെളിച്ചെണ്ണ തടയി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഈ ഒരു മാവ് ഇങ്ങനെ വെച്ച് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല നൈസായിട്ട് കിട്ടും. അതിനുശേഷം വെളിച്ചെണ്ണ വരട്ടിയ ഒരു കവറായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അന്ന് എടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളെ കയ്യിലേക്ക് വരും. ഇതിന് നേരെ ഇലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് അട മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആവിപാത്രത്തിൽ വെച്ച് വേഗം ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ പൂരത്തിൻ്റെ കാഴ്ച. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ.